കർത്താവിനാൽ അനുഗ്രഹീതരെ, മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം മലങ്കര സഭയോട് എന്നും കൂറും വിധേയത്വവും പുലർത്തുന്ന ഒരു ഇടവകയാണ്. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മലങ്കര സഭയുടെ ആരംഭം മുതൽക്ക് തന്നെ മാർത്തോമൻ ദേവാലയം സഭയോട് ഏറെ ചേർത്ത് നിൽക്കുന്ന ഒരു ദേവാലയമാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മലങ്കര സഭയിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ ആദ്യത്തെ പിതാവാണ് മാർത്തോമ ഒന്നാമൻ. ആ പിതാവ് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിട്ട് 356 വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ മാസം 25-ാം തീയതിയായിരുന്നു. മുളന്തുരുത്തി പള്ളിയുമായി ആ പിതാവിന് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മൾ ധാരാളം പിതാക്കന്മാരുടെ ഓർമ്മയും ഒക്കെ നമ്മുടെ ദേവാലയത്തിൽ നാം അനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ മാർത്തോമ ഒന്നാമൻ അല്ലെങ്കിൽ വലിയ മാർത്തോമ എന്ന് പറയപ്പെടുന്ന അപരനാമമുള്ള പിതാവ് മുളന്തുരുത്തി പള്ളിയുമായി ഏറെ ബന്ധമുണ്ട്, നമ്മുടെ പൂർവികരുമായി. നമുക്ക് സഭയുടെ ചരിത്രം അറിയാം. 1653 ജനുവരി മാസം 5-ാം തീയതി ഒരു വിദേശ ആധിപത്യത്തിന്റെയും കീഴിലല്ല മലങ്കര സഭ സ്വതന്ത്രമായ സഭയാണ്. ഈ സഭയുടെ പിതാക്കന്മാരെ തീരുമാനിക്കുന്നതും വാഴിക്കുന്നതുമെല്ലാം മലങ്കര നസറാണികളാണ് എന്ന് പറഞ്ഞ വിദേശ മുഖത്തെ തള്ളിയ കൂനൻ കുരിശ് സത്യം. അതേ തുടർന്ന് തോമ കത്തനാരെ 12 വൈദികർ ചേർന്ന് പറവൂരിനടുത്തുള്ള ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ 12 വൈദികർ ചേർന്ന് വാഴിക്കുന്ന ചരിത്രം നമുക്കറിയാം. അതേ തുടർന്ന് ആ പിതാവ് ഈ സഭയിൽ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ചു. ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഏറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ജീവന ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം യഹോവയാണ് എന്റെ ബലം എന്ന് പറഞ്ഞ് ഈ സഭയുടെ ശുശ്രൂഷ അഭംഗരും ആ പിതാവ് ഈ സഭയിൽ നിർവഹിച്ചു. ആ പിതാവ് ഏറെ സ്നേഹിച്ച ഒരു ഇടവകയാണ് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം. 1661 റോമൻ ബിഷപ്പായിരുന്ന ജോസഫ് സെബസ്റ്റ്യാനി അദ്ദേഹത്തെ വധിക്കുവാനായി ഈ മുളന്തുരുത്തി പള്ളിയിൽ കിങ്കരന്മാരെ, സൈനികരെ അയക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുളന്തുരുത്തി ദേവാലയം എന്നും സഭയോടേറെ വിധേയത്വം പാലിക്കുന്ന സ്നേഹമുള്ള മലങ്കര നസറാണികളുടെ ദേവാലയമാണ് മാർത്തോമൻ ദേവാലയം. ആ മാർത്തോമൻ ഒന്നാമൻ പിതാവിനെ വേഷപ്രച്ഛന്നനാക്കി ഈ ദേവാലയത്തിൽ നിന്ന് സുരക്ഷിതമായി സൈനികർ കാണാതെ ഈ പിതാവിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് ഈ ദേവാലയത്തിലെ നിങ്ങളുടെ പൂർവികരാണ്. അതുകൊണ്ട് ഈ ദേവാലയവുമായി മാർത്തോമ ഒന്നാമന് അഭേദ്യമായ ബന്ധമാണ്. ആ പിതാവിന്റെ ഓർമ്മ നമ്മൾ നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി മർത്തമറിയം ചെറിയ പള്ളിയിലാണ്. ആ പിതാവിനെ നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ പ്രത്യേകമായി ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് തുണയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ദൈവസന്നിധിയിൽ നമുക്ക് മധ്യസ്ഥത തേടാം. ഇപ്പോൾ പ്രത്യേകമായ ധൂപപ്രാർത്ഥന മലങ്കരയുടെ മാർത്തോമ ഒന്നാമനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഏറെ സ്നേഹിച്ച, അദ്ദേഹം ബലിയർപ്പിച്ചുള്ള ബലിപീഠമാണ്, അദ്ദേഹം അനേക വർഷങ്ങൾ താമസിച്ചിട്ടുള്ള ഇടമാണ്. ആ പിതാവിനെ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേകമായ ധൂപപ്രാർത്ഥന ഇപ്പോൾ നിർവഹിക്കുകയാണ്.